الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين أمن يجيب المضطر إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض أإله مع الله قليلا ما تذكرون. या इस आयत का तर्जुमा है कि या फिर वो कौन है जो बेकरार ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: ഗതിമുട്ടിയവർ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകുകയും ക്ലേശം ദൂരീകരിക്കുകയും നിങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കുകയും ചെയ്യുന്നവരാരാണ്? അള്ളാഹുവിനോടൊപ്പം മറ്റു വല്ല ദൈവവുമുണ്ടോ? നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉപദേശം സ്വീകരിക്കുന്നുള്ളൂ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിലുള്ളവരോട് തുടരെ തുടരെ ഉപദേശിച്ചിട്ടുള്ള കാര്യം നിങ്ങൾ ദുആയുടെ കാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കണം എന്നതാണ്. കാരണം ജമാഅത്തിന്റെ പുരോഗതിയും വിജയവും ലഭിക്കുന്നതും ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവരുടെ ഗൂഢപദ്ധതികളിൽ നിന്നും രക്ഷ ലഭിക്കുന്നതും ദുആ മുഖേനയാണ്. നമ്മുടെ വിജയത്തിനുള്ള ആയുധം ദുആ ഒന്ന് മാത്രമാണെന്ന് വ്യക്തമായി ആ മഹാത്മാവ് പറയുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ എല്ലാ വിജയവും ദുആ മുഖേന മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നിരിക്കെ എല്ലാ ശത്രുക്കളെയും ദുആ മുഖേനയെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നിരിക്കെ ദുആയുടെ ഈ പ്രാധാന്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്തുമാത്രം ശ്രദ്ധ നമുക്ക് ദുആയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. ഈ ലക്ഷ്യം കരസ്ഥമാക്കാനായി ദുആയിൽ എത്രമാത്രം നാം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന്റെ കണക്കെടുപ്പും ആത്മപരിശോധനയും നമ്മിൽ ഓരോരുത്തർക്കും അവരുടെ അവസ്ഥ അനുസരിച്ച് നടത്താൻ സാധിക്കുന്നതാണ്, പരിശോധിക്കാവുന്നതാണ്. എന്റെ ഒരു ബന്ധു തന്റെ ഒരു സ്വപ്നം കുറച്ചു ദിവസം മുമ്പ് എന്നെ കേൾപ്പിക്കുകയുണ്ടായി. ഞാൻ ആ ബന്ധുവിനോട് പറയുകയാണ്, അതായത് സ്വപ്നത്തിൽ പറയുകയാണ്, റമദാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി. എനിക്ക് ഇനിയും ജമാഅത്തിനോട് വളരെയധികം ദുആകൾ ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു. ഈ സ്വപ്നത്തിൽ നമ്മുടെ ശ്രദ്ധ ഇതിലേക്കാണ് തിരിച്ചുവിടുന്നത്. റമദാനിൽ ഏതു രീതിയിൽ ദുആയിൽ ശ്രദ്ധ ഉണ്ടാകുമോ ആ രീതിയിൽ ഇപ്പോൾ ഉണ്ടാകാറില്ല. ജമാഅത്തിന് ഇക്കാലത്ത് വളരെയധികം ദുആയുടെ ആവശ്യമുള്ളതാണ്. ഈ സ്വപ്നം കേൾക്കുന്നതിന് മുമ്പേ അള്ളാഹു എന്റെ ഹൃദയത്തിൽ ഇട്ട ഒരു കാര്യം റമദാന് ശേഷമുള്ള ഖുത്ബകളിലും ദുആയിലേക്ക് ജമാഅത്തിന് ശ്രദ്ധ ക്ഷണിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വ്യക്തിയുടെ സ്വപ്നം എന്റെ ശ്രദ്ധ തിരിഞ്ഞ ആ വിഷയത്തിലേക്ക് തന്നെയാണ് തിരിച്ചുവിട്ടത്. അതുകൊണ്ട് കൂടുതൽ ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധയുണ്ടായി. അള്ളാഹുവിന്റെ ഒരു രീതി എന്നത് വിശ്വാസികൾ മുഖേനയും ചിലപ്പോൾ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാറുണ്ട്, ചിലപ്പോൾ നേരിട്ടും ചിലപ്പോൾ അതല്ലാതെയും. എന്നിരുന്നാലും അത് നേരത്തെ ഹൃദയത്തിൽ ഇട്ടിരിക്കുകയും ചെയ്യും. റമദാന് ശേഷം നമുക്ക് പൊതുവിൽ റമദാനിലുള്ള ശ്രദ്ധ ദുആയിൽ ഉണ്ടാകാറില്ല. ഇപ്പോൾ ലോകത്തിന്റെ അവസ്ഥ, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ, പ്രത്യേകിച്ച് ഫലസ്തീനികൾക്കുമേലുള്ള
ഇസ്രായേലിന്റെ जिसमें നിഷ്ഠൂരമായ നിരന്തരമായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ വരെ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരുന്നു. खत्म हो गई। എന്നാൽ ഇന്ന് വീണ്ടും തുടങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫലസ്തീനികളാണ് റോക്കറ്റ് ആക്രമണം ആദ്യം തുടങ്ങിയത് എന്നും പറയപ്പെടുന്നു. സത്യമെന്താണെന്ന് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. ഏതായിരുന്നാലും ഈ യുദ്ധവിരാമം സ്ഥായിയായി അള്ളാഹു ഉണ്ടാക്കട്ടെ. യുദ്ധം എന്നേക്കുമായി അവസാനിക്കട്ടെ. നാം മറുഭാഗത്ത് കാണുന്നത് മുസ്ലിങ്ങൾ പരസ്പരം അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പരസ്പരം കഴുത്തറുക്കുന്നു, കൊല്ലും കൊലയും നടത്തുന്നു. ഇതും അതിരുകടന്നിരിക്കുന്നു. കലിമ ചൊല്ലുന്നവരായ ഇവർ ചെയ്യുന്ന അക്രമത്തിന്റെ മറ്റൊരു ക്രൂരമുഖം എന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ അഹമ്മദികൾക്കെതിരിൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ അക്രമത്തിൽ നെഞ്ചുവീർപ്പിച്ചുകൊണ്ട് നിലയുറപ്പിക്കാനുള്ള പ്രസ്താവനകൾ ഇറക്കുകയും हर सतह पर തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എല്ലാ മേഖലയിലും എല്ലാ അവസ്ഥയിലും അഹമ്മദികളെ ഉപദ്രവിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുക എന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ മുല്ലാക്കളുടെ സ്വാധീന വലയത്തിൽ കഴിയുന്ന അനഹമ്മദികളിൽ ഭൂരിപക്ഷം ആളുകളുടെയും രീതിയായി മാറിയിരിക്കുകയാണ്. और अगली नस्ल में बच्चों में भी വരും തലമുറയിലെ കുട്ടികളിലും उनके दिमाग ഈ ഒരു വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മസ്തിഷ്കത്തെ വിഷമയമാക്കി മാറ്റിയിരിക്കുകയാണ്. बच्चों के मुंह से ദീൻ എന്താണെന്നും ശത്രുത എന്താണെന്നും ഒന്നും അറിയാത്ത പാവം കുട്ടികളുടെ നാവിൽ നിന്ന് പോലും ഇപ്പോൾ വരുന്നത് അഹമ്മദികൾ കാഫിറാണ്, അവരെ കൊല്ലുന്നത് അനുവദനീയമാണ് എന്നതാണ്. स्कूलों में उसातिज़ा के साथ സ്കൂളുകളിൽ അഹമ്മദി बच्चे इसलिए बदतमीजी करते അധ്യാപകന്മാരോട് हैं, जो मर्जी उसको कहो, അഹമ്മദി ആണെന്ന പേരിൽ കുട്ടികൾ അപമര്യാദയായി പെരുമാറുന്നു. यहाँ होती हैं। അവരോട് എന്ത് വേണ്ടാത്തരവും പറയാം. അവരെ സ്കൂളുകളിൽ നിന്നും പുറത്താക്കാൻ ശ്രമിക്കുന്നു. അവരിൽ നിന്നും പഠിക്കാൻ കുട്ടികൾ വിമുഖത കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർക്കെതിരിൽ ഒരു ഗ്രാമത്തിൽ കുട്ടികളും മാതാപിതാക്കളും പ്രതിഷേധ ജാഥ നടത്തി, ഹർത്താൽ നടത്തി. ഇദ്ദേഹം കാദിയാനി ആയതുകൊണ്ട് ഞങ്ങൾ ഇദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നവർ പറഞ്ഞു. ഹെഡ്മാസ്റ്ററോ ബുദ്ധിയുള്ള മറ്റാരോ അവരോട് പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തടവുകാരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾക്കുള്ള അറിവ് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ് എന്നതാണ്. आजादी मिल जाएगी कैसे? ഈ തടവറയിൽ നിന്നും നിങ്ങൾക്ക് ഇത് മുഖേന മോചനം ലഭിക്കുന്നതാണ്. जो जंग में ആ യുദ്ധത്തടവുകാർ യുദ്ധത്തിനായി വന്നിരുന്നത് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. गांव के लोगों ने ഇത് കേട്ടപ്പോൾ ठीक है, ആ ഗ്രാമവാസികൾ പറഞ്ഞത് അതൊക്കെ ശരിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിരീങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ കാദിയാനികൾ ആ കാഫിറുകളെക്കാളും വലിയ കാഫിറാണ്. ഇവരെ ഞങ്ങൾ ഇപ്പോൾ വിടുകയാണ്. ഇവരെ കൊല്ലാൻ പോലും അനുവാദമുണ്ട്. किसी भी वाकये के ഈ बाद ഒരു ഹുങ്ക് नहीं होती। ഒരു സംഭവത്തിന് ശേഷവും കുറയുന്നില്ല. इंसानियत सोच मजालम देखकर फिर किसी किस्म की शर्म का एहसास മനുഷ്യർ ലജ്ജിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടും അല്പം പോലും ലജ്ജ ഇവർക്കുണ്ടാകുന്നില്ല. അവരുടെ അവസ്ഥ അത് തന്നെയാണ്. वही लोग जो गुजरांवाला में हमारे अहमदी घरों के ഗുജറൻവാലയിലെ നമ്മുടെ അഹമ്മദി വീടുകളുടെ അയൽവാസികൾ भी था, പൊതുവിൽ ഇവർ പരസ്പരം സംസാരിക്കുകയും കുശലാന്വേഷിക്കുകയും വീടുകളിൽ പോക്കും വരവും എല്ലാം ഉള്ളവരായിരുന്നു. അവരിൽ ചിലർ വീടുകൾ ശൂന്യമായി കണ്ടപ്പോൾ അത് കൊള്ളയടിക്കുന്നവരുടെ കൂടെ ചേരുകയുണ്ടായി. അധപ്പതനം ഇത്രയും നീചമായ അവസ്ഥയിലെത്തിയാൽ ഇന്നാലില്ല എന്ന് പറയുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? ഇവർ ഇവരുടെ അനാശത്തിൽ എത്തിയിരിക്കുകയാണ്. हमें पहले से बढ़कर ഇങ്ങനെയുള്ള പരീക്ഷണഘട്ടത്തിൽ നാം മുമ്പത്തേക്കാളുപരി അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടുകയാണ് വേണ്ടത്. അതുകൊണ്ട്
ദുആയിൽ ഒരു കുറവും വരാൻ അനുവദിക്കരുത്. മറ്റു മുസ്ലിങ്ങൾ അക്രമത്തിന് പകരം അക്രമം ചെയ്തുകൊണ്ട് തങ്ങളുടെ കണക്ക് തീർക്കുന്നുണ്ട്. എന്നാൽ നാം എല്ലാ അക്രമത്തെയും കണ്ണീരിൽ കുതിർത്തുകൊണ്ട് നേരിടുകയാണ് വേണ്ടത്. അള്ളാഹുവിന് മുമ്പിൽ താണുകയാണ് അപേക്ഷിച്ചുകൊണ്ട് അവന്റെ സവിധത്തിൽ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് തടയേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഒരു പദ്യത്തിൽ പറയുകയുണ്ടായി, ശത്രുക്കൾ കൂക്കുവിളിയിലും ഒച്ചപ്പാടിലും മുഴുകിയപ്പോൾ അള്ളാഹുവിന്റെ സവിധത്തിൽ നാം അലിഞ്ഞു ചേരുകയുണ്ടായി. അതിനാൽ പ്രിയതമന്റെ തിരുമുമ്പിൽ അലിഞ്ഞ് ഇല്ലാതാവുകയാണ് നാം വേണ്ടത്. അർഷിന്റെ കാലുകളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആ അവസ്ഥ നമ്മിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരേ ദിശയിലേക്ക് ഒഴുകുന്ന ദുആകളാണ് നാം ചെയ്യേണ്ടത്. വിവിധ ദിശകളിലേക്ക് ഒഴുകുന്നതാവരുത്. എന്റെ ബന്ധുവിന്റെ സ്വപ്നത്തിൽ പറഞ്ഞത് എനിക്ക് ജമാഅത്തിനോട് കുറെ ദുആ ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു എന്നാണ്. ജമാഅത്ത് അംഗങ്ങളെ മുഴുവനും ജമാഅത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുക എന്നത് ജമാഅത്തിന്റെ പുരോഗതിക്കും വിജയത്തിനും പ്രയാസങ്ങൾ ഇല്ലാതാകുന്നതിനു വേണ്ടിയായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പരീക്ഷണത്തിന്റെ ഈ ഘട്ടം വേഗം അവസാനിക്കട്ടെ എന്നതാണ്. അതിനാൽ നമുക്ക് നമ്മുടെ ദുആയുടെ ഒഴുക്കിനെ ജമാഅത്തിന്റെ പുരോഗതിക്കായും ശത്രുവിന്റെ എതിർപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായും മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മുടെ ദുആയുടെ ദിശ ഇതിലേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അവരുടെ ഷർറിൽ നിന്നും രക്ഷപ്പെടാനായി എത്ര തന്നെ നാം ദുആ ചെയ്താലും അത് ഇപ്പോഴത്തെ ആവശ്യമാണ്. ഈ അവസരത്തിൽ എനിക്ക് എന്റെ പഴയകാല സ്വപ്നവും ഓർമ്മ വരികയായിരുന്നു. അത് ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ കേൾപ്പിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ജമാഅത്ത് എന്ന നിലക്ക് തങ്ങളുടെ അവസ്ഥകളെ അള്ളാഹുവിനായി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് തങ്ങളുടെ പ്രാർത്ഥനകളെ അവന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ജമാഅത്തിന് പരീക്ഷണഘട്ടങ്ങളിൽ നിന്നും രക്ഷിക്കാനായി അവന്റെ മുമ്പിൽ കുമ്പിടേണ്ടതാണ്. നാം എല്ലാവരും അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുകയാണെങ്കിൽ ഈ ഒരവസ്ഥ നമ്മളിൽ എല്ലാവരിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ജമാഅത്തിനായി ദുആ ചെയ്യണം എന്ന അവസ്ഥയിൽ നമ്മുടെ രാത്രികൾ കഴിച്ചുകൂട്ടുകയാണെങ്കിൽ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് കുറഞ്ഞ രാത്രികളിലെ പ്രാർത്ഥനകൾ വിപ്ലവം ഉണ്ടാക്കുന്നതാണ്. വിപ്ലവം ഉണ്ടാകും എന്നത് തീർച്ചയാണ്. അവസ്ഥകൾ മാറിമറിയുന്നതാണ്. എന്നാൽ അതിന് സമയമെടുക്കും. അവസ്ഥകൾ മാറുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ പറഞ്ഞത് ജമാഅത്തിലെ മുഴുവൻ ആളുകളും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തങ്ങളെ ബന്ധിപ്പിക്കുന്ന ഓരോരുത്തരും പൂർണ്ണമായും ഇതിൽ മുഴുകി പ്രാർത്ഥിക്കേണ്ടതാണ് എന്നാണ്. സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നത് ഇത് പാകിസ്ഥാനി അഹമ്മദികൾക്കുള്ള സന്ദേശമാണ് എന്നാണ്. അതിനാൽ പാകിസ്ഥാനിലെ എല്ലാ അഹമ്മദികളും ധനവാന്മാരായാലും ദരിദ്രരായാലും പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. കാരണം അഹമ്മദിയത്തിന്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്നത് പാകിസ്ഥാനിലാണ്. ലോകത്തുള്ള അഹമ്മദികൾ പൊതുവിലും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അഹമ്മദീയത്തിന്റെ വിജയത്തിലൂടെയാണ് ലോകത്തിന്റെ നിലനിൽപ്പുള്ളൂ. മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഫളിനെ കരസ്ഥമാക്കാൻ അഹമ്മദീയത്തിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അക്രമത്തിന്റെയും അമിതത്വത്തിന്റെയും അന്ത്യം ഇതുമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിനാൽ ഫലസ്തീനികളെ മർദ്ദിതരിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ മുസ്ലിങ്ങളെ അവരുടെ അക്രമികളായ
ഭരണാധികാരികളിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ सिर्फ अहमदियों की दुआएं ही बन सकती എല്ലാം അഹമ്മദികളുടെ പ്രാർത്ഥനയാണ് ഫലം ചെയ്യുക. है, हमें जरूरत है ഈ ദുആയുടെ കടമ നിറവേറ്റുകയാണ് നാം വേണ്ടത്. कि मैं ഇപ്പോൾ सबसे ज्यादा അക്രമത്തിന്റെ ചക്കിലിട്ട് ഏറ്റവും കൂടുതൽ ആട്ടപ്പെടുന്നത് അഹമ്മദികളാണ്. मुस्तर की അതിനാൽ നമ്മുടെ ദുആയാണ് മുദത്തറിന്റെ ദുആയായി തീരുക. बल्कि അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനും മാനവ സമൂഹത്തെ മർദ്ദകരിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും കാരണമായി തീരുന്നതാണ്. अपनी जिम्मेदारियां समझने की जरूरत അതിനാൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. के इब्तिलाओं में ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പരീക്ഷണ ഘട്ടങ്ങളിലാണ് പ്രാർത്ഥനയുടെ അത്യത്ഭുതകരമായ പ്രത്യേകതകളും സ്വാധീന ശക്തിയും വെളിപ്പെടുകയുള്ളൂ. സത്യമിതാണ്, നമ്മുടെ ദൈവം ദുആ മുഖേനയാണ് തിരിച്ചറിയപ്പെടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അഹമ്മദികളെക്കാളും കൂടുതൽ ആരാണ് ഇത്രയും വലിയ പരീക്ഷണങ്ങളിൽ आज अहमदियों से ഇക്കാലത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്? അഹമ്മദികളെക്കാളും കൂടുതൽ ആർക്കെതിരിലാണ് ഇക്കാലത്ത് നാനാഭാഗത്തു നിന്നും रवा रखा जा रहा है। ചില മുസ്ലിം നാടുകളിൽ മർദ്ദനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്? अक्सर शुरफा ഈ നാടുകളിലെ बल्कि तमाम ഭൂരിഭാഗം മാന്യന്മാരും അല്ല, എല്ലാം തന്നെ सालिस रहमतुल्लाह ताला फरमाया ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പറഞ്ഞതുപോലെ അവരുടെ മാന്യതയെല്ലാം നിശബ്ദമായി പോയിരിക്കുന്നു. फैज हासिल അങ്ങനെയുള്ള അവസ്ഥയിൽ അത്ഭുതകരമായ പ്രാർത്ഥനയുടെ അനുഗ്രഹം കരസ്ഥമാക്കാനായി നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു. ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ അള്ളാഹു ഇതാണ് പറയുന്നത്, मुसीबत ज़दा लोगों നോക്കൂ, की दुआओं को പ്രയാസത്തിൽ അകപ്പെട്ടവരുടെ ദുആ ആരാണ് സ്വീകരിക്കുന്നത്? അള്ളാഹു തന്നെയാണ് സ്വീകരിക്കുന്നത്. जब वो അവർ ऐसी हालत में हो जब मुस्तर हो मुस्तर उस മുലത്തർ ആയ അവസ്ഥയിൽ ദുആ ചെയ്യുമ്പോൾ, जो മുലത്തർ എന്ന് പറഞ്ഞാൽ तरफ मुश्किलात ചുറ്റും देखता है പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വലയം ചെയ്ത് ഇരിക്കുന്ന വ്യക്തി. അയാൾക്ക് വിജയത്തിനുള്ള ഭൗതികമോ ബാഹ്യമോ ആയ ഒരു വഴിയും കാണാൻ കഴിയുന്നില്ല. ഒരേ ഒരു മാർഗമേ അയാളുടെ മുമ്പിലുള്ളൂ, की तरफ जाने का रास्ता അത് ദൈവത്തിലേക്കുള്ള വഴിയാണ്. मुस्तर है जो मेरी तरफ आते हैं ഇതാണ് മുലത്തർ എന്ന് പറഞ്ഞാൽ पर मस्तूर हो चुके ഭൗതികമായ എല്ലാ വഴികളും കൊട്ടിയടക്കപ്പെട്ട വ്യക്തി. मुस्तर का मतलब ये नहीं है മുലത്തർ എന്നാൽ कि जो ഒരു വഴിയും കാണാതെ വെപ്രാളപ്പെട്ട് എങ്ങോട്ടോ ഓടുന്ന വ്യക്തിക്കല്ല പറയുക, मुस्तर का വഴിയറിയാത്ത വ്യക്തിക്കല്ല പറയുക. मतलब बंद हो जाए മറിച്ച് മുലത്തർ എന്ന് പറഞ്ഞാൽ എല്ലാ വഴികളും അടഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം പ്രതീക്ഷയുടെ വെട്ടം കാണുന്ന വ്യക്തിയാണ്. ആ വെളിച്ചത്തിലേക്ക് हर तरफ അവൻ ഓടുന്നു. आग नजर आ रही हो നാനാഭാഗത്തും तो दीवान അഗ്നി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതായി കാണുന്ന അവസ്ഥയിൽ ഭ്രാന്തനെ പോലെ നെട്ടോട്ടമോടുന്നവനെ മുലത്തർ എന്ന് പറയുകയില്ല. खुद आग में ആ വ്യക്തി വെപ്രാളപ്പെട്ട് ഓടിയാൽ തീയിൽ വീഴുന്നതാണ്. पड़ने के बाद നാനാഭാഗത്തും അഗ്നി ദർശിച്ചാലും അവന് സമാധാനത്തിന്റെ ഒരു മാർഗം ദൃശ്യമാകുന്നു. അവിടെ അവൻ അഭയം കാണുന്നു. ആ പ്രത്യേക വഴിയിലേക്ക് അവൻ പോകുന്നു. ऐसा है जो मुस्तर कहलाता है അങ്ങനെയുള്ള വ്യക്തിക്കാണ് മുലത്തർ എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു, അങ്ങനെയുള്ള വ്യക്തിയെ ഞാൻ തീയിൽ നിന്നും രക്ഷിക്കുന്നതാണ്, അവന്റെ आग की तपिश അഭയസ്ഥലമാണ് ഞാൻ. वाली തീജ്വാലയുടെ പൊള്ളുന്ന ചൂടിൽ നിന്നും मैं हूँ തണലേകുന്ന मुझसे पनाह तलब करो ശീതള ഛായ ഞാനാകുന്നു. എന്നിലേക്ക് വരിക, എന്നോട് അഭയം തേടുക, ഞാൻ നിങ്ങളെ ഈ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ്. से मेरी तरफ आओ कि हमारा നിങ്ങൾക്ക് ഒരു ദൈവമുണ്ടെന്നും ഈ പരീക്ഷണഘട്ടത്തിൽ അവൻ നമ്മെ രക്ഷിക്കുമെന്നുമുള്ള ദൃഢവിശ്വാസത്തിൽ എന്നിലേക്ക് വരിക. से निकालूंगा ഈ ദൃഢവിശ്വാസം കാരണം നിങ്ങളെ ഞാൻ ഈ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ദുആ കാരണം നിങ്ങളെ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അത്യത്ഭുതകരമായ പ്രത്യേകതകൾ നിങ്ങൾക്കായി വെളിപ്പെടുത്തുന്നതാണ്.
അതിനാൽ ആരാണോ ഈ രീതിയിലുള്ള മുലത്തറായി തീരുന്നത്, അള്ളാഹു അല്ലാതെ मलजा और मावा ना समझे अपना, ആരെയും कोई पनाह അഭയകേന്ദ്രവും രക്ഷാകേന്ദ്രവുമായി കരുതാത്തത്, किसी और को അള്ളാഹു അല്ലാതെ इन इब्तिलाओं से ഈ പരീക്ഷണത്തിൽ നിന്നും दिलाने वाला ना, മോചനം നൽകുന്ന ആരും ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്, और उसकी അവരാണ് യഥാർത്ഥ മുലത്തർ. अजायब की അവരുടെ ദുആകൾ बनती है। അത്ഭുതങ്ങൾ പ്രകടമാക്കുന്നതായിരിക്കും. ये यकीन हमें ദ്വാ സ്വീകാര്യതക്കായി ഒരു ദൃഢവിശ്വാസം നമുക്ക് के इसरार की हालत ഉണ്ടാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ही काम ഏതൊരു കട്ടപ്പാടിലും और कोई रास्ता नहीं, അള്ളാഹു മാത്രമാണ് ഫലം ചെയ്യുകയുള്ളൂ എന്ന ദൃഢവിശ്വാസം ऐसी നമുക്കുണ്ടാക്കിയെടുക്കണം. അതല്ലാതെ വെളിച്ചം നൽകുന്ന മറ്റൊരു മാർഗവും തന്നെ ഇല്ല എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം. के पास ഇങ്ങനെ ഒരു അവസ്ഥ സംജാതമായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മുലത്തറിന്റെ അടുത്തേക്ക് मुश्किलात അവരുടെ പ്രയാസം कर देता है, ദൂരീകരിക്കുന്നതായി അള്ളാഹു ഓടിവരുന്നതാണ്. हवा में उड़ जाती हैं, അവരുടെ പ്രയാസങ്ങളും മുസീബത്തുകളും ദൂരീകരിക്കുന്നതാണ്. അവരുടെ പ്രയാസങ്ങൾ കാറ്റിൽ പറത്തപ്പെടുന്നതാണ്. അത് അവരുടെ വ്യക്തിപരമായ പ്രയാസമായാലും ജമാഅത്തിന്റെ പേരിലുള്ള പ്രയാസങ്ങളായാലും ശരി. അള്ളാഹു പറയുന്നു, അതായത് യക്ഷിഫു സുവ, പ്രയാസങ്ങൾ ദൂരീകരിക്കും എന്ന് മാത്രമല്ല അള്ളാഹു പറയുന്നത്, देता है ഇത് മതി എന്നവൻ കരുതുകയില്ല. महदूद होता അള്ളാഹു പാരിതോഷികം നൽകുമ്പോൾ किसी भी हद അവന്റെ അനുഗ്രഹങ്ങൾ അനന്തമായിരിക്കും. बस यहाँ എത്രയും വർദ്ധിപ്പിച്ചു നൽകാൻ അവന് കഴിയുന്നതാണ്. ഇവിടെയും പ്രയാസത്തിൽ അകപ്പെട്ട വിശ്വാസിയെ പ്രയാസത്തിൽ നിന്നും കരകയറ്റും എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞത്. തുടർന്ന് അള്ളാഹു പറയുന്നു, യജ്അലുക്കും ഖുലഫാഅൽ അർള്, कि वो तुम्हें जमीन के वारिस बना देता है, നിങ്ങളെ ഭൂമിയുടെ അനന്തരാവകാശിയാക്കി മാറ്റുന്നതാണ്. വലിയ വലിയ അക്രമികളെയും തമ്മാടികളെയും ക്രൂരന്മാരെയും നശിപ്പിച്ചുകൊണ്ട് മർദ്ദിതരും ബലഹീനരുമായവരെ അവരുടെ സ്ഥാനത്തിരുത്തിയിട്ടുണ്ട്. इनफिरादी तौर पर വ്യക്തിപരമായ നിലയിൽ अल्लाह ताला ബുദ്ധിമുട്ടിൽ അകപ്പെട്ടവരുടെ പ്രാർത്ഥന कौमी रंग में भी കേൾക്കുന്നതോടൊപ്പം इब्तिलाओं को അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുന്നതോടൊപ്പം സാമൂഹിക തലത്തിലും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ മറ്റു സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. അതായത് മുമ്പുള്ള പ്രവാചകന്മാരോടും അവരുടെ അനുയായികളോടും ആ സമുദായം അക്രമവും അയച്ചുവിട്ടപ്പോൾ അള്ളാഹു പറയുന്നു, അങ്ങനെയുള്ള അക്രമികളെ അവൻ നശിപ്പിക്കുകയുണ്ടായി എന്ന്. മർദ്ദിതരെ അവരുടെ സ്ഥാനത്തിരുത്തുകയുണ്ടായി. വലിയ ക്രൂരരും പ്രതാപഗരിമയിൽ ഉപവിഷ്ടരുമായിരുന്ന മുമ്പുള്ളവരുടെ പേരുകൾ പോലും മായ്ക്കപ്പെട്ടുപോയി. पहली कौमों के लिए ഈ ഒരു നിയമം മുമ്പുള്ളതുപോലെ ഇപ്പോഴും നിലനിൽക്കുന്നു. जालिमों को खत्म कर അള്ളാഹു തആല അക്രമികളെ ഇല്ലാതെയാക്കുന്നു. स्तर बनकर അത് ഉണ്ടാകുന്നത് भरी മർദ്ദിത സമൂഹം മതാ നസ്റുള്ള എന്ന വേദനാനിർഭരമായ പ്രാർത്ഥനകൾ ചെയ്യുമ്പോഴാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റഹം ആവേശം പ്രകടിപ്പിക്കുകയും അക്രമികളുടെ നാശത്തിനുള്ള സാഹചര്യം സംജാതമാക്കുകയും ചെയ്യുന്നു. ശക്തിയുടെയും ഭൂരിപക്ഷത്തിന്റെയും ഹുങ്കിൽ जो लोग तुले बैठे ഇക്കാലത്ത് അക്രമത്തിന് തയ്യാറായിരിക്കുന്നവർക്ക് അള്ളാഹു ना इनकी यही ताकत और कसरत ബുദ്ധിയും വിവേകവും നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ ഇവരുടെ ഈ ശക്തിയും ഭൂരിപക്ഷത്തിന്റെ പിൻബലവും अल्लाह ताला ने यही ഇവരുടെ നാശത്തിന് കാരണമായി തീരുന്നതാണ്. कसरत की वजह അള്ളാഹു പറയുന്നത്, से काम नहीं ആരാണോ തങ്ങളുടെ ശക്തിയുടെയും ഭൂരിപക്ഷത്തിന്റെയും പിൻബലത്തിൽ और कलमा पढ़ തഖ്വയോടുകൂടി പ്രവർത്തിക്കാത്തത് लेकर അവരുടെ പര്യവസാനം വളരെ മോശമായിരിക്കുമെന്നാണ്. കലിമ ചൊല്ലി അള്ളാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ അക്രമത്തിന്റെ കഥകൾ രചിക്കപ്പെടുകയാണെങ്കിൽ കലിമയും അള്ളാഹുവും അവന്റെ റസൂലും അങ്ങനെയുള്ളവരിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞുമാറുന്നതാണ്. അള്ളാഹു कहा गया അക്രമികളുടെ മോശമായ പര്യവസാനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ അതോടൊപ്പം ഇതിൽ ഇന്ന വിശ്വാസികൾ ഇന്ന മതസ്ഥർ ഉൾപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർക്കെന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ പ്രവർത്തികൾ ആര് ചെയ്താലും അവ മർദ്ദനത്തിനും അക്രമത്തിനും കാരണമായി തീരുമ്പോൾ തീർച്ചയായും അവർ മോശമായ പര്യവസാനം കാണുന്നതാണ്. എന്നാൽ നമ്മുടെ ജോലി जल्दी छुटकारा
ഈ അക്രമത്തിൽ നിന്നും വേഗം മോചനം ലഭിക്കുന്നതിനായി മുദത്തറിന്റെ അവസ്ഥ നമ്മിൽ ഉണ്ടാക്കിയെടുക്കണം എന്നതാണ്. അള്ളാഹുവിന്റെ സഹായത്തെ അസ്വസ്ഥരായിക്കൊണ്ട് തേടുക. അപ്പോൾ हमें से हर एक അള്ളാഹു ഏത് രീതിയിൽ സഹായത്തിനായി വരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മിൽ ഓരോരുത്തരും ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഓർക്കുക, അള്ളാഹു വലിയ നിരാശ്രയനാണ്. നിങ്ങൾ വളരെ കൂടുതലായി വീണ്ടും വീണ്ടും വിഷമത്തോടു കൂടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവൻ പരിഗണിക്കുകയില്ല. ആരുടെയെങ്കിലും ഭാര്യയോ കുട്ടിയോ രോഗിയാണെങ്കിൽ, അതല്ല ആർക്കെങ്കിലും വല്ല അപകടകരമായ കേസ് നേരിടേണ്ടി വരികയാണെങ്കിൽ, सच्ची तड़प ഇങ്ങനെയുള്ള അവസ്ഥയിൽ तब तक वो बिल्कुल അവരുടെ और बेहुदा काम है। അവസ്ഥ എന്തായിരിക്കും? वास्ते അതേപോലെ ദുആയിലും ശരിയായ ആവേശവും അസ്വസ്ഥതയും करने के लिए भी हमें इसी इस्तिराब की जरूरत है। നാം സൃഷ്ടിക്കേണ്ടതാണ്. हमें अपने ज़ाती അപ്പോഴാണ് അത് ഫലം ചെയ്യുകയുള്ളൂ. അതല്ലെങ്കിൽ അത് നിഷ്ഫലവും हज़रत मसीह നിരർത്ഥകവുമായിരിക്കും. സ്വീകാര്യതയ്ക്ക് ഗതിമുട്ടിയ അവസ്ഥ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ജമാഅത്തിലെ പരീക്ഷണഘട്ടം ദൂരീകരിക്കുന്നതിനായും ഈ ഒരു ഗതിമുട്ടിയവൻ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ സംജാതമാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നാം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ചിലപ്പോൾ വല്ലാതെ അസ്വസ്ഥരായി ദുആ ചെയ്യാറുണ്ട്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വളരെ കൂടുതലായും വീണ്ടും വീണ്ടും ദുആ ചെയ്യണമെന്നാണ്. അതിനാൽ റമദാനിൽ നാം ദുആ ചെയ്തല്ലോ, അത് മതി എന്ന് ധരിക്കരുത്. നാം മനസ്സിലാക്കേണ്ടത് ഇത് മതിയായതല്ല എന്നാണ്. നമുക്ക് സ്ഥിരമായി ദുആ ചെയ്യേണ്ടത് അനിവാര്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്ഥിരമായ ദുആയുടെ ആവശ്യമാണുള്ളത്. അള്ളാഹു നമുക്ക് വ്യക്തമായ വിജയം നൽകിയാലും തഖ്വയിൽ ചലിച്ചുകൊണ്ട് അവന്റെ ഫضലുകളെ സ്വരുകൂട്ടാനായി സ്ഥിരമായ ദുആയുടെ ആവശ്യം നമുക്കുണ്ടാകും. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ബന്ധത്തിൽ ഒരിക്കലും ഒരു കുറവും വരാൻ പാടില്ല. ഒരു വിശ്വാസിക്ക് ഇതൊരിക്കലും സഹിക്കാൻ കഴിയില്ല. പ്രയാസത്തിലും നാം അസ്വസ്ഥരായി പ്രാർത്ഥിക്കണം. അതേപോലെ സമാധാനത്തിലും നമുക്ക് അള്ളാഹുവിന്റെ खुदा ताला से उसका ताल्लुक ഓർമ്മ ഉണ്ടായിരിക്കണം. അതിനാൽ ഒരു വിശ്വാസി ഒരിക്കലും തന്നിഷ്ടക്കാരനായിരിക്കുകയില്ല. അവൻ താൽക്കാലികമായ പ്രത്യേക സമയത്തേക്കുള്ള ദുആ മാത്രമല്ല ചെയ്യുക, ഏതവസ്ഥയിലും അള്ളാഹുമായി അവൻ ബന്ധം വെക്കുന്നതാണ്. हज़रत मसीह अलैहि सलाम അതുണ്ടാകേണ്ടതാണ്. एक जगह ഈ വിശ്വാസവും ബന്ധവുമാണ് ഒരു വിശ്വാസിയെ झुकना खुदा പൊതു അവസ്ഥയിലും ദുആ സ്വീകാര്യതയുടെ हकीकी मोमिन അടയാളങ്ങൾ കാണിക്കുന്നത്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറഞ്ഞു, ഓർക്കുക, लेकिन അള്ളാഹു അല്ലാത്തവരുടെ മുമ്പാകെ കുമ്പിടുക എന്നത് ദൈവത്തിൽ നിന്നും വിച്ഛേദിക്കുന്നതിന് സമമാണ്. ദൈവത്തിൽ നിന്നുള്ള വിച്ഛേദനം എന്നത് ഒരു സത്യവിശ്വാസിക്ക് ഊഹിക്കാൻ പോലും സാധ്യമല്ല. या दुआओं का हक എന്നാൽ ചിലപ്പോൾ ബലഹീനത കാരണം ദുആയിൽ കുറവ് വരുന്നു. ഭൗതികമായ ഇടപെടലുകൾ കാരണം മറ്റു മാർഗങ്ങളിലേക്ക് ശ്രദ്ധയുണ്ടാകുന്നു. അതല്ലെങ്കിൽ ദുആയോടുള്ള കടമ നിറവേറ്റപ്പെടുകയില്ല. അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ അവസ്ഥയെ ഓരോ നിമിഷവും പരിശോധിക്കുക. ഒരിക്കലും തന്നെ നാം നമ്മുടെ ഭൗതികമായ മാർഗങ്ങൾ അവലംബിക്കുന്നതിൽ മുഴുകി ജമാഅത്തിന്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കായി ദുആ ചെയ്യാൻ മറന്നുപോകുന്നവരായി മാറരുത്. ഓർക്കുക, ജമാഅത്തിലെ ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥനയും अल्लाह ताला को അള്ളാഹുവിന്റെ കാരുണ്യവും മഗ്ഫിറത്തും പൊറുക്കലും മറ്റു വിവിധ ഗുണങ്ങളും മുൻനിർത്തിയുള്ള പ്രാർത്ഥനയും ജമാഅത്തിന്റെ പൊതു പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. हदीसों में आता है कि पहली उम्मतों में से ഹദീസുകളിൽ വരുന്നു, മുൻ സമുദായത്തിൽ 3 പേർ ഒരിക്കൽ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാനായി और इत्तेफाक से उस അവർ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. എന്നാൽ ആ കാറ്റ് കാരണം ഒരു വലിയ കല്ല് ഉരുണ്ടുവന്ന് ആ ഗുഹാമുഖം അടഞ്ഞു പോവുകയുണ്ടായി. അവർക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത അവസ്ഥയായി. അവർ ഒരു ചെറിയ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഗുഹയിൽ പ്രവേശിച്ചത്. എന്നാൽ വലിയൊരു പ്രയാസത്തിൽ അവർ അകപ്പെട്ടു. എന്നാൽ ആ കല്ല് അവർ മൂവരുടെയും പ്രയത്നത്തിൽ നീക്കാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, പുറത്തു നിന്നും ഒരു സഹായം അവർക്ക് ലഭിക്കാനും ഉണ്ടായിരുന്നില്ല. കാരണം കൊടും കാടായിരുന്നു, ഒരുവിധ തടവറയായിരുന്നു അത്.
മനുഷ്യപ്രയാസത്താൽ രക്ഷപ്പെടാൻ കഴിയാത്ത തടവറ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവർ വളരെയധികം അസ്വസ്ഥരായി. ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഈ ഗുഹ തന്നെ നമ്മുടെ ഖബർ ആയിത്തീരുമോ എന്നവർ ഭയപ്പെട്ടു. ഇങ്ങനെയുള്ള അവസ്ഥ വന്നപ്പോൾ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് കണ്ടപ്പോൾ അതിൽ ഒരാൾക്ക് ദുആയിലേക്ക് ശ്രദ്ധയുണ്ടായി. അദ്ദേഹം പറഞ്ഞ്, നമുക്കിനി ദുആ ചെയ്യാം. നാം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രീതിക്കായി വല്ല പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് അള്ളാഹുവിനോട് ഈ കല്ല് നീക്കാനായി പ്രാർത്ഥിക്കാം. അപ്പോൾ അതിൽ ഒരാൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് എന്റെ ഒരു ബന്ധുവായ പെൺകുട്ടിയോട് പ്രേമമായിരുന്നു. ഞാൻ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചു. എന്നാൽ അവൾ അതിന് കൂട്ടാക്കിയില്ല. അവസാനം ഞാൻ പല തന്ത്രങ്ങളും ചെയ്തു, കുറെ പണം ചെലവഴിച്ചു. അവസാനം ഈ ദുഷ്കൃത്യത്തിന് അവൾ തയ്യാറായി. ഞാൻ അവളെ പൂർണ്ണമായും എന്റെ നിയന്ത്രണത്തിലാക്കിയപ്പോൾ അവൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദാസ, ഞാൻ നിന്നോട് അള്ളാഹുവിന്റെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ പാപം നീ ചെയ്യല്ല. അപ്പോൾ ഞാൻ അവളെ വിട്ടൊഴിഞ്ഞു. അള്ളാഹുവെ, ഈ പ്രവൃത്തി നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തതെങ്കിൽ ഈ കല്ലിനെ ഞങ്ങളുടെ വഴിയിൽ നിന്നും നീക്കണമേ. ഈ ദുആ കാരണം കാറ്റടിച്ച് കല്ല് അല്പം നീങ്ങി. എന്നാൽ പുറത്തു കടക്കാനുള്ള വഴി ഉണ്ടായില്ല. അപ്പോൾ രണ്ടാമത്തെ ആൾ ദുആ ചെയ്തു, അള്ളാഹുവെ, ഒരാൾ എന്റെ അടുത്ത് കൂലിപ്പണി ചെയ്യാനായി വന്നു. എന്നാൽ എനിക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തെങ്കിലും കൂലി വാങ്ങാതെ അയാൾ പോയി. ഈ കൂലി 9 സേർ ധാന്യത്തിന് തുല്യമായിരുന്നു. ആ ധാന്യത്തിനുള്ള കൃഷി ഞാൻ ഇറക്കി, അത് വിതച്ചു, നല്ല വിളവ് ലഭിച്ചു. അതിൽ നിന്നും ഞാൻ കുറച്ച് കന്നുകാലികളെ വാങ്ങി. അത് വർദ്ധിച്ച് ആടുമാടുകളുടെ വലിയൊരു കൂട്ടം തന്നെയായി മാറി. കുറെ വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തി എന്റെ അടുത്ത് വന്നു. അയാളുടെ കൂലി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ആടുമാടുകളുടെ ഈ കൂട്ടം നിന്റേതാണ്, നീ കൊണ്ടുപോയിക്കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ കൂലി വാങ്ങാനാണ് വന്നത്, എന്നെ കളിയാക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിന്റെ കൂലി കൊണ്ട് ഞാൻ കച്ചവടം ചെയ്തു, അത് കാരണം ഇത്രയും വലിയൊരു സ്വത്ത് ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം നിന്റേതാണ്. ഇത് കേട്ടപ്പോൾ അയാൾ ആ ആടുമാടുകളുടെ കൂട്ടത്തെ കൊണ്ടുപോയി. അള്ളാഹുവെ, ഈ പ്രവൃത്തി നിന്റെ പ്രീതിക്കായാണ് ഞാൻ ചെയ്തത് എങ്കിൽ ഞങ്ങളോട് കരുണ കാണിച്ചുകൊണ്ട് ഈ കല്ല് നീ നീക്കിത്തരണമേ. അപ്പോൾ ശക്തമായ ഒരു കാറ്റ് വന്നു ആ കല്ലിനെ അല്പം കൂടി നീക്കി. എന്നാലും പുറത്തു കടക്കാനുള്ള വഴി ആയിരുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ആൾ ഇപ്രകാരം ദുആ ചെയ്തു, അള്ളാഹുവെ, നിനക്കറിയാം, ഞാൻ ഒരു ആട്ടിടയനാണ്. പാല് വിറ്റാണ് എന്റെ ജീവിതം കഴിയുന്നത്. ഒരിക്കൽ വീട്ടിലെത്താൻ വളരെ വൈകി. എന്റെ വൃദ്ധരായ മാതാപിതാക്കൾ അവരെന്നോടൊപ്പമാണ്. അവർ വീട്ടിലുണ്ടായിരുന്നു. എന്റെ രീതി, ഞാൻ എന്റെ മക്കൾക്ക് പാല് നൽകുന്നതിന് മുമ്പേ മാതാപിതാക്കൾക്ക് ആദ്യം പാല് നൽകുക എന്നതായിരുന്നു. ഞാൻ വളരെ വൈകിയത് കാരണം എന്റെ വൃദ്ധരായ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിരുന്നു. എന്നാൽ അവരെ ഉണർത്തി പാല് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അവർ ഉണർന്ന് പാല് കൊടുക്കാം എന്ന് കരുതി പാലുമായി അവരുടെ അടുത്ത് നിൽപ്പുറപ്പിച്ചു. എന്റെ കുട്ടികൾ വിശന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ മാതാപിതാക്കൾക്ക് പാല് കൊടുക്കുന്നതിനായി അവരുടെ അടുത്ത് തന്നെ നിന്നു. കാരണം ഇവർക്ക് മുമ്പേ കുട്ടികൾക്ക് കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നേരം പുലരുവോളം ഞാൻ പാലും പിടിച്ച് അവരുടെ അടുക്കൽ തന്നെ നിന്നു. നേരം പുലർന്നപ്പോൾ അവർ ഉണർന്നു. അവർക്ക് ഞാൻ പാല് കൊടുത്തു. അതിനുശേഷം എന്റെ ഭാര്യ മക്കൾക്കും നൽകി. അള്ളാഹുവെ, ഈ ജോലി നിന്റെ പ്രീതിക്കായാണ് ഞാൻ ചെയ്തതെങ്കിലും ഭൗതികമായ ഒരു ലക്ഷ്യം ഇതിന് പിന്നിൽ ഇല്ലായിരുന്നുവെങ്കിലും എന്നോട് കരുണ ചെയ്യുകയും ഈ കല്ല് നീക്കുകയും ചെയ്യണമേ. അങ്ങനെ വീണ്ടും ശക്തമായ ഒരു കാറ്റ് വന്നു. ആ കല്ല് അല്പം കൂടി നീങ്ങി. അങ്ങനെ അവർക്കുള്ള വഴി തുറക്കപ്പെടുകയുണ്ടായി. അവർ പുറത്തേക്ക് വരികയും ചെയ്തു. മൂവരും 3 വിധ പ്രവൃത്തിയാണ് ചെയ്തത്. ഒരാൾ തൊഴിലാളിയുടെ കൂലിയോട് നീതി പുലർത്തി, ഒരു മനുഷ്യനോടുള്ള കടമ നിറവേറ്റി, ഒരാൾ മാതാപിതാക്കൾക്കായി തന്റെ സേവനം സമർപ്പിച്ചു,
മൂന്നാമത്തെ വ്യക്തി गुनाह से अल्लाह ताला की रजा की खातिर വ്യഭിചാരം എന്ന പാപം ദൈവത്തിന്റെ പ്രീതിക്കായി ഉപേക്ഷിച്ചു. दुआओं का मकसद ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും ദുആ ചെയ്തത്. ഇവിടെ ഈ മൂവരുടെയും ദുആയുടെ ഉദ്ദേശം ഒന്നായിരുന്നു. ഈ കല്ല് നീങ്ങണം എന്നതായിരുന്നു അത്. की गई दुआएं അങ്ങനെ ആ കല്ല് നീക്കപ്പെടുകയുണ്ടായി. नजारा दिखाने वाली बन गई അതിനാൽ വ്യക്തിപരമായ ഈ നന്മകൾ और बहुत से सबक हैं. ये बहुत बड़ा മുൻനിർത്തിയുള്ള പ്രാർത്ഥനകൾ रात की इनफरादी नेकियां और दुआएं പൊതുവിലുള്ള ഒരു കാര്യത്തിന് സ്വീകരിക്കപ്പെടുകയുണ്ടായി. ഈ ഹദീസിൽ മറ്റു പല പാഠങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഒരു വലിയ പാഠം നൽകുന്നത് വ്യക്തികളുടെ നന്മകളും പ്രാർത്ഥനകളും പൊതുവിലുള്ള പ്രയാസത്തെ അകറ്റുന്നതിനും പൊതുനന്മക്കായുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിനും കാരണമായി തീരുമെന്നുള്ളതാണ്. അതിനാൽ നാം ഒരു ജമാഅത്തിൽ ഉൾപ്പെട്ടവരാണെന്ന് വാദിക്കുമ്പോൾ നമ്മുടെ ദുആകളെ പൊതുവിലുള്ള പ്രയാസങ്ങളെ നീക്കുന്നതിനായി ആക്കി തീർക്കേണ്ടതാണ്. വ്യക്തിപരമായ പ്രയാസങ്ങൾ മാത്രം കണക്കിലെടുത്ത് അതിനുവേണ്ടി മാത്രം ദുആ ചെയ്യുന്നവരാകരുത്. മറിച്ച് ജമാഅത്തി ദുആകളിലും ആ ഒരു വിഷമവും അസ്വസ്ഥതയും പ്രകടമാക്കേണ്ടതാണ്. വ്യക്തിപരമായ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനായി നാം ചെയ്യുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അതിലും ഉണ്ടാക്കണം. ജമാഅത്തിന്റെ പുരോഗതിക്കും അവസ്ഥ മാറുന്നതിനും 2 നഫൽ അനുഷ്ഠിക്കുവാനായി ഞാൻ പറഞ്ഞിരുന്നു. പലരും തന്നെ എഴുതാറുണ്ട് ഞങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന്. അതിൽ ആ നമസ്കാരത്തിൽ നിങ്ങൾ വേദനാ നിർഭരമായി ദുആ ചെയ്യുക. ഗുഹയിൽ കുടുങ്ങിപ്പോയ ആ മൂവരുടെയും അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർക്കുക. ഭൗതികമായ ഒരു തരം സഹായവും ഇല്ലാത്ത അവസ്ഥ. അവർ തങ്ങളുടെ ഏതെങ്കിലും നന്മയെ മുൻനിർത്തി അത് ദൈവപ്രീതിക്ക് മാത്രമായി ചെയ്തതായിരുന്നു. പ്രാർത്ഥിച്ചു എന്നത് ശരിയാണ്. എന്നാൽ അവരുടെ അപ്പോഴത്തെ അവസ്ഥ എന്തുമാത്രം വിഷമം പിടിച്ചതായിരിക്കും. കാരണം ബാഹ്യമായ ഒരു സഹായവും അവർക്ക് ലഭിക്കുമായിരുന്നില്ല. അപ്പോഴുള്ള അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അതിനാൽ നമ്മുടെ പ്രവർത്തികൾ അള്ളാഹുവിന്റെ പ്രീതിക്കായി നാം ചെയ്യേണ്ടതാണ്. ജമാഅത്തിന്റെ പ്രയാസത്തെ നമ്മുടെ പ്രയാസമായി കണ്ടുകൊണ്ട് വളരെ വേദനയോടും വിനയത്തോടും അത് ദൂരീകരിക്കാനായി നാം ദുആ ചെയ്യേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ദുആ സ്വീകാര്യതക്കായി വേണ്ട മറ്റൊരു കാര്യം മനുഷ്യൻ തന്നിൽ ഒരു പരിശുദ്ധ മാറ്റം വരുത്തുക എന്നതുമാണ്. തിന്മയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ പരിധികളെ ലംഘിക്കുകയാണെങ്കിൽ ദ്വായിൽ ഒരു സ്വാധീനവും ഉണ്ടാകുന്നതല്ല. ദ്വായിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, നിങ്ങൾ മറ്റുള്ളവരെ പോലെയായി തീരുകയാണെങ്കിൽ അള്ളാഹു അവരിലും നിങ്ങളിലും ഒരു വ്യത്യാസവും കൽപ്പിക്കുകയില്ല. നിങ്ങൾ സ്വയം ഒരു വ്യക്തമായ മാറ്റം വരുത്തുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്കായി ഒരു വ്യത്യാസവും ഉണ്ടാക്കുകയില്ല. നല്ല മനുഷ്യൻ ദൈവപ്രീതി അനുസരിച്ച് നടക്കുന്നവനാണ്. എന്നാൽ പുറത്തൊന്നും അകത്ത് മറ്റൊന്നുമാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തി മുനാഫിഖാണ്. മുനാഫിഖ് കാഫിറിനേക്കാളും അധപ്പതിച്ചവനാണ്. ആദ്യം വേണ്ടത് ഹൃദയ ശുദ്ധി കൈവരിക്കുക എന്നതാണ്. ഏറ്റവും വലിയ ഭയവും എനിക്ക് ഉള്ളത് ഇതിലാണ്. നാം ഒരിക്കലും വാളുകൊണ്ടോ മറ്റു ശക്തി കൊണ്ടോ വിജയിക്കുകയില്ല. നമ്മുടെ ആയുധം ദുആ ഒന്ന് മാത്രമാണ്, അതോടൊപ്പം ഹൃദയത്തിന്റെ വിശുദ്ധിയും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇംഗിതമനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമായ മാറ്റം വരുത്തുന്നതിനും നമ്മുടെ സകലമാന പ്രവർത്തികളും അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുഗുണമാക്കി മാറ്റുന്നതിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനാൽ എപ്പോഴും പ്രയത്നിക്കുക. അവന്റെ മുമ്പിൽ ഗതിമുട്ടിയ അവസ്ഥയുള്ള പ്രാർത്ഥന നടത്തുന്നവരായി നാം മാറുക. നമ്മുടെ ദുആകളെ ജമാഅത്തിന്റെ പുരോഗതിക്കും പരീക്ഷണഘട്ടം വേഗം ഇല്ലാതാക്കുന്നതിനും വേണ്ടി ആക്കി തീർക്കുക. നമ്മുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ ദൂരീകരിക്കാനായി പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്ന ആ വിഷമാവസ്ഥ അതിൽ നാം സംജാതമാക്കുക. ജമാഅത്തിനായും
एक हो ഈ ഒരവസ്ഥ സംജാതമാക്കേണ്ടതാണ്. ഒന്നായിക്കൊണ്ട് എതിരാളികളുടെ എതിർപ്പിൽ നിന്നും രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുന്നവരായി നാം മാറട്ടെ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ നാം പൂർണ്ണമായും अल्लाह ताला के आगे അള്ളാഹുവിന് മുമ്പിൽ इज्तिमाई तकलीफों के दूर ഈ പൊതുവിലുള്ള പ്രയാസത്തെ हम जल्द अपने मकसद को ദൂരീകരിക്കാനായി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശരിയായ ലക്ഷ്യം കരസ്ഥമാക്കാൻ നമുക്ക് കഴിയില്ല. इस्लाम की बैत में आकर ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ വന്നുകൊണ്ട് मुश्तरका दुआएं ही हमारी इनफरादी നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കാരണമാകുന്നത്. നാം മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ നമുക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ഗുഹാമുഖത്ത് നിന്നും കല്ല് നീങ്ങുന്നത് ദുആയുടെ ലക്ഷ്യം ഒന്നാകുമ്പോഴാണ്. അതിനാൽ ജമാഅത്തിലെ ഒരു വ്യക്തിയും തന്നെ തന്നിഷ്ടക്കാരനാകരുത്. दुनिया के किसी भी कोने में എന്റെ അവസ്ഥ ശരിയാണ്, അത് മതിയെന്ന്. ലോകത്തുള്ള ഏതെങ്കിലും കോണിൽ താമസിക്കുന്ന അഹമ്മദിയുടെ വിഷമം നമ്മുടെ പൊതു വിഷമമായി മനസ്സിലാക്കണം. ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. അതിനായി പ്രാർത്ഥനയിൽ നാം മുഴുകേണ്ടിയിരിക്കുന്നു. വെറും ചിന്ത മാത്രം പോരാ. जिसके बारे में हज़रत मसीह मौला ഈ ഒരു ആയുധത്തെ കുറിച്ചാണ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. ഇതാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, ये दुआ न करें ഈ ആവേശത്തിൽ के बारे में ശത്രുക്കളെ നശിപ്പിക്കാനായി അവരിൽ ശിക്ഷയും നാശവും ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കരുത്. बल्कि ये दुआ करें कि ऐ ദുആ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: कामयाबी അള്ളാഹുവെ, इब्तिला ഞങ്ങൾ വിജയമാണ് ആഗ്രഹിക്കുന്നത്. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ദൂരീകരിക്കാനായാണ് इब्तिला और ഞങ്ങൾ मुश्किलात പ്രാർത്ഥിക്കുന്നത്. दुआ मांगते हैं. ये मुश्किलात के दौर को खत्म होने के ഈ लिए പ്രയാസങ്ങളുടെ കാലഘട്ടം वहाँ ए खुद അവസാനിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്. അള്ളാഹുവെ, ഞങ്ങൾ ഇവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്, നാശമല്ല. तेरे फजलों ने ढांपा हुआ है. ബലഹീനരായ ഞങ്ങളെ നിന്റെ ഫളിലാണ് സംരക്ഷിക്കുന്നത്. അതികഠിനമായ അവസ്ഥകൾ ഉണ്ടായിട്ടും നിന്റെ ഫളിന്റെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. लोगों को भी ढांप ले. അതിനാൽ ഇവരെയും നീ നിന്റെ ഫളിനാൽ മൂടുകയാണെങ്കിൽ, ഇവർക്കും ഹിദായത്ത് നൽകുകയാണെങ്കിൽ, ഇത് ഞങ്ങൾ ഇരുവരുടെയും വലിയ സൗഭാഗ്യമാണ്. എന്നാൽ നിന്റെ ഹിക്മത്ത് और इनको ചിലരെ ഇതിന് അർഹരാണെന്ന് കാണുന്നില്ലെങ്കിൽ, ഇവരെ നശിപ്പിക്കുന്നതിലാണ് ഗുണമെങ്കിൽ, അവരെ ഞങ്ങളുടെ മാർഗത്തിൽ നിന്നും നീ നീക്കിക്കളയണമേ. ഇസ്ലാമിന്റെ വിജയം നീ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഇവരുടെ അസ്തിത്വം തടസ്സമായി മാറരുത്. ഇത് ഒരു ദുആയാണ്. അള്ളാഹുവിന്റെ ഹിക്മത്ത് ആർക്കായാണ് നാശം വിധിച്ചത് അവർക്കായി നാശത്തിനും കാരണമാകുന്നതാണ്. അതിനാൽ ഈ രീതിയിൽ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാതെ എല്ലാവർക്കും വേണ്ടി ശാപപ്രാർത്ഥന നാം നടത്തരുത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുടെ കടമ നിറവേറ്റാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي
تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر